നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ ഇസ്രയേൽ ഹമാസ് യുദ്ധം പടർന്നിരിക്കെ ഇപ്പോൾ ചർച്ചയാകുന്നത് മറ്റൊരു വിഷയം കൂടിയാണ്. അമേരിക്കയ്ക്ക് നേരെ കലിതുള്ളി നിൽക്കുന്ന ഹമാസ് ബൈഡനെ ചിലത് ഓർമ്മിപ്പിക്കുകയാണ്. അമേരിക്ക ഇറക്കിയ 1.5 ലക്ഷം പട്ടാളക്കാരെയും അത്യാധുനിക റഡാർ സംവിധാനങ്ങളുടെയും കണ്ണുവെട്ടിച്ച് 235 ദിവസം ഒളിവിൽ കഴിഞ്ഞ സദ്ദാം ഹുസൈനെ ഓർമ്മയുണ്ടോ? കൊലക്കയറിൽ ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം നിന്നത്. ഇസ്രയേൽ തലകുത്തി മറിഞ്ഞാലും അമേരിക്ക സർവ്വസന്നാഹങ്ങളുമായി ഇറങ്ങിയാലും ഹമാസിനെ ഇല്ലാതാക്കാനാകില്ല. എന്നാൽ ഇതിന് അമേരിക്കയുടെ മറുപടി സദ്ദാമിന്റെ മരണം എങ്ങനെയായിരുന്നുവെന്ന് നിങ്ങളും ഓർമ്മയിൽ വെച്ചോളൂ എന്നാണ്. അമേരിക്കയുടെ കണ്ണിൽപ്പെടാതെ സദ്ദാമിനെ ഒളിവിൽ പാർപ്പിച്ച അലാ നാമിക് എന്ന ഇറാഖി കർഷകൻ ആ കഥ പറയുന്നത് ഇങ്ങനെ. 2003 മാർച്ചിൽ അധികാരഭ്രഷ്ടനാക്കപ്പെട്ട സദ്ദാം ഇറാഖിൽ അമേരിക്ക ഇറക്കിയ 1.5 ലക്ഷം പട്ടാളക്കാരുടെയും അത്യാധുനിക റഡാർ സംവിധാനങ്ങളുടെയും കണ്ണുവെട്ടിച്ച് 235 ദിവസം കഴിഞ്ഞുകൂടിയത് ജന്മദേശമായ തിക്രീത്തിനടുത്ത അൽ ഔജയിൽ നിന്ന് 8 കിലോമീറ്റർ അകലെ ടൈഗ്രീസ് നദീതീരത്തെ അദൌർ എന്ന കൃഷിക്കളത്തിലെ കിടങ്ങിലാണ്. അപ്പോൾ സദ്ദാമിന്റെ തലയ്ക്ക് വില 25 ദശലക്ഷം ഡോളറാണ്. അലാ നാമിക് എന്ന സാധാരണക്കാരനായ ഇറാഖി ഗ്രാമീണനാണ് സദ്ദാമിനെ അമേരിക്കയുടെ കയ്യിൽപ്പെടാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിച്ചത്. ഇറാഖിന്റെ ആകാശത്തിനു ചുറ്റും പോർവിമാനങ്ങൾ കഴുകൻ കണ്ണുകളുമായി സദ്ദാമിനെ തേടി വട്ടം ചുറ്റിയപ്പോൾ അല തന്റെ മുറ്റത്ത് 8 അടി നീളവും 5 അടി വീതിയുമുള്ള മൺഗുഹ വെട്ടി. പ്രാണവായു ലഭിക്കാൻ ഗുഹയ്ക്ക് മുകളിൽ വിരിഞ്ഞ പൂക്കളുള്ള ചെടിച്ചട്ടികൾ വെച്ചു മൂടി. സദ്ദാമിനെ റയീസ് അഥവാ പ്രസിഡന്റ് എന്ന് തന്നെയാണ് അല വിളിച്ചു പോന്നത്. പ്രധാനമന്ത്രിയായും പ്രസിഡന്റായും 25 വർഷം അടക്കി വാണ ഇറാഖിന്റെ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത ഭരണാധികാരിയെയാണ് ആരുടെയും കണ്ണിൽപ്പെടാതെ താൻ സംരക്ഷിച്ചതെന്ന് അഭിമാനത്തോടെ അല പറയുമ്പോൾ ഇപ്പോഴും ആ കണ്ണുകളിൽ കണ്ണീർ തിളക്കമുണ്ട്. 2003 ഡിസംബർ 13 അലയുടെ കൃഷിക്കളത്തിന് മീതെ വിമാനങ്ങൾ തലങ്ങും വിലങ്ങും പറന്നു. സാറ്റലൈറ്റ് സംവിധാനം അലാ നാമിക്കിന്റെ ഫാം ഹൌസിലേക്ക് പട്ടാളത്തിന് വഴി കാണിച്ചു. മലിനജല ടാങ്കുകളുടെ രൂപത്തിൽ കുന്നും മലയും താണ്ടി പട്ടാള വണ്ടികൾ കുതിച്ചെത്തി. 1.5 ലക്ഷം പട്ടാളക്കാർ തന്റെ കൃഷിയിടം വളഞ്ഞു. ഹെലികോപ്റ്ററുകൾ തലയ്ക്കു മുകളിൽ ഇരമ്പിയാർത്തു. ഇതോടെ അലായ്ക്കും അടിപതറി. 2003 ഡിസംബർ 13 അലാ നാമിക്കിന്റെ കൃഷിക്കളത്തിലെ മൺഗുഹയിൽ നിന്ന് അമേരിക്കൻ പട്ടാളക്കാർ സദ്ദാമിനെ പിടികൂടി. എല്ലാം അവസാനിച്ചു. സദ്ദാമിന്റെ രഹസ്യ അറ ഉൾപ്പെടെ ആലയുടെ കൃഷിക്കളം അമേരിക്കൻ സൈന്യം ഉഴുതു മറിച്ചു. അപ്പോഴും 8 മാസം അതീവ ശ്രദ്ധയോടെ സംരക്ഷിച്ചു പോന്ന പ്രസിഡന്റ് പരാജയപ്പെട്ട പോരാളിയായി മടങ്ങുന്നതായിരുന്നു അലായെ വേദനിപ്പിച്ചത്. കൈവിലങ്ങുകളുമായി റയീസ് നീങ്ങുന്നത് കണ്ടപ്പോൾ പട്ടാള വണ്ടിയിലേക്ക് തള്ളപ്പെട്ട അലാ നാമിക് ഉറക്കെ കരയുന്നുണ്ടായിരുന്നു. സദ്ദാമിന് അഭയം കൊടുത്തതിന്റെ പേരിൽ 2 വർഷം അല ജയിലിൽ ശിക്ഷ അനുഭവിച്ചു. കുപ്രസിദ്ധമായ അബു ഗാരിഖ് ജയിലിലെ കൊടിയ പീഡനങ്ങൾക്കും കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾക്കുമെതിരെ ഇരമ്പിയ ആഗോള പ്രതിഷേധത്തെ തുടർന്ന് ജയിൽ അടച്ചുപൂട്ടേണ്ടി വന്നപ്പോൾ അലായ്ക്ക് മോചനം കിട്ടി. ഓപ്പറേഷൻ റെഡ് ഡോൺ എന്ന് പേരിട്ടാണ് സദ്ദാമിനു വേണ്ടി അമേരിക്കയുടെ തിരച്ചിൽ ശക്തമാക്കിയത്. അലാ നാമിക് സജ്ജീകരിച്ച മൺഗുഹയെ പിന്നീട് അമേരിക്കൻ സൈന്യം സ്പൈഡർ ഹോൾ എന്നും വിളിച്ചു. സദ്ദാമിന്റെ ശിക്ഷ നടപ്പാക്കുന്നതിന് നേതൃത്വം നൽകിയത് മുവാഫഖ് അൽ റുബായി ആയിരുന്നു. അദ്ദേഹത്തിന്റെ അന്ത്യനിമിഷങ്ങൾക്ക് റുബായ് സാക്ഷിയായിരുന്നു. ഉറച്ച മനസ്സോടെ പതറാത്ത കാലുകളോടെയായിരുന്നു സദ്ദാം കൊലക്കയറിലേക്ക് നടന്നതെന്ന് അൽ റുബായ് ഓർക്കുന്നു. പശ്ചാത്താപത്തിന്റെയും ഭയത്തിന്റെയും കണിക പോലും ആ മുഖത്ത് കാണാനായില്ല. കയ്യിൽ ഒരു ഖുറാൻ പിടിച്ചിരുന്നു. ജഡ്ജിയുടെ മുറിയിൽ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചപ്പോൾ ഉറക്കെ സദ്ദാം വിളിച്ചു പറഞ്ഞു, അമേരിക്കയ്ക്ക് മരണം, ഇസ്രയേലിന് മരണം, പലസ്തീൻ നീണാൾ വാഴട്ടെ, പേർഷ്യൻ പുരോഹിതർക്ക് മരണം. തുടർന്ന് തൂക്കിലേറ്റാനുള്ള മുറിയിലേക്ക് കൊണ്ടുപോയി. തൂക്കുകയറിലേക്കൊന്ന് നോക്കിയ സദ്ദാം പറഞ്ഞു, ഡോക്ടർ, ഇത് ആണുങ്ങൾക്കുള്ളതാണ്. പിന്നെ ബന്ധനസ്ഥനായ അദ്ദേഹത്തെ തൂക്കുകയറിനടുത്തെത്തിച്ചു. തൂക്കിലേറ്റുന്നതിനു മുൻപ് സദ്ദാമിന്റെ സത്യവാചകം, അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല, മുഹമ്മദ് അവന്റെ പ്രവാചകനാകുന്നു. കൊലക്കയർ മുറുക്കും മുൻപ് അദ്ദേഹം പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. വിശുദ്ധ ഗ്രന്ഥമായ ഖുറാന്റെ ഒരു കോപ്പി ചോദിച്ചു വാങ്ങിയ സദ്ദാം അത് നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച ശേഷം അത് മടക്കി നൽകി. 2ാമത്തെ വാചകം പൂർത്തിയാക്കാനായില്ല. ആദ്യം ലിവർ വലിച്ചത് താൻ തന്നെയായിരുന്നു. എന്നാൽ ശരിയാകാത്തതിനാൽ മറ്റൊരാൾ വലിച്ചു. സദ്ദാം മരണത്തിലേക്ക്.